ഹായ് ഫ്രണ്ട്സ്, ശിവൻ അഗ്രി ടിപ്സിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചില സാങ്കേതിക കാരണത്താൽ തുടർ വീഡിയോ ചെയ്യാൻ പറ്റാത്തതിൽ ഖേദിക്കുന്നു. എല്ലാവരും എല്ലാ പ്രേക്ഷകരും നിങ്ങൾ സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അതുകൊണ്ട് പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഇതിനു മുമ്പ് ഞാൻ കലാപ്പാടി മാവ് ഗ്രാഫ്റ്റ് ചെയ്തിരുന്നു. ആ ഗ്രാഫ്റ്റ് ചെയ്ത മാവ് നിറയെ കായുണ്ട്. അതൊന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇതുപോലെ നമുക്ക് ചെയ്തു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് നമുക്ക് മാങ്ങ ഉൽപ്പാദിപ്പിക്കാൻ കഴിയും. ഇതിന്റെ തൈകൾ നമ്മൾ സുലഭമായിട്ടുണ്ട്. വേണമെങ്കിൽ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത് കൊടുക്കാനും തയ്യാറാണ്. അതുകൊണ്ട് നമ്മൾ നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഇവിടെയാണ് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്തത്. കണ്ടോ, ഇതാണ് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്തത്. കഴിഞ്ഞ വർഷം നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്തതാണ്. ഈ ഗ്രാഫ്റ്റ് ചെയ്തത് കലപ്പാടി മാവാണ്. കണ്ടോ, മാങ്ങ ഉണ്ടോ, കണ്ടോ, നിറയെ മാങ്ങയാണ്. മാങ്ങ ഉണ്ടോ, ഇതുപോലെ നമുക്ക് ഗ്രാഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ചെറിയ ഒരു ഇത്രയും വന്ന ഒരു കവറിലാണ് ഇപ്പോൾ ഈ മാവ് നിൽക്കുന്നത്. അതുകൂടാതെ തന്നെ ഇതിൽ വേറൊരു ഒരു ഒളോർ എന്നൊരു മാവ് ഗ്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ആണോ ഒളോർ. ഇതിൽ നമ്മൾ വേറൊരു വെറൈറ്റി ഇപ്പോൾ ചെയ്യാൻ പോവുകയാണ്. മഴ പെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യും. അപ്പോൾ ഇതുപോലെ രണ്ട് വെറൈറ്റി മാവ് ഇതിലുണ്ട്. അതാണ് കലപ്പാടി. അതുപോലെ തന്നെ മറ്റ് മാവുകളൊക്കെ ഇങ്ങനെ നമ്മൾ ചെയ്യാം. സിമ്പിളായിട്ട് നമ്മൾ ചെയ്യാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് ഈ വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് അടിക്കുക. ഓക്കെ, ബൈ. അടുത്തൊരു വീഡിയോ നമുക്ക് കാണാം. ഓക്കെ.